40 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ചെറുതുരുത്തി, ചേലക്കര, പഴയന്നൂർ, ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ. തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കോൺടാക്ട് 9447175304. ഇന്നത്തെ കാലത്ത് പണമില്ലാതെ എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ. അവിടെ ഒരു ക്ലാസ് മുറി നിറയെ വസ്ത്രങ്ങളാണ്. ആർക്കും വരാം, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, പുഞ്ചിരിയോടെ മടങ്ങാം. വസ്ത്രം എന്നത് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നാണ്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പുത്തൻ വസ്ത്രങ്ങൾ ഒരു സ്വപ്നമായി മാറ്റിവെക്കുന്ന ഒട്ടേറെ പേർ നമുക്കിടയിലുണ്ട്. അവർക്ക് ആശ്വാസമായും ആവേശമായും മാറുകയാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ ഒരു ക്ലാസ് മുറിയിൽ കയറിയാൽ ആരും ഒന്ന് അമ്പരക്കും. ഇതൊരു വിദ്യാലയമാണോ അതോ വല്ല ടെക്സ്റ്റൈൽ ഷോറൂമാണോ എന്ന് തോന്നിപ്പോകും വിധത്തിലാണ് ഇവിടുത്തെ ക്രമീകരണങ്ങൾ. സാരികൾ, ചുരിദാറുകൾ, കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ, ഷർട്ടുകൾ, അങ്ങനെ വൈവിധ്യമാർന്ന ശേഖരം. ഇതിനൊപ്പം തന്നെ മനോഹരമായ സ്കൂൾ ബാഗുകളും അവിടെ നിരത്തിയിട്ടുണ്ട്. തങ്ങളുടെ ക്ലാസ്സിലെ ഒരു ക്ലാസ് മുറി തന്നെ ഒരു വസ്ത്രശാലയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കികൾ. പണമില്ലാത്ത ആർക്കും കയറി വരാം, ഇഷ്ടമുള്ള വസ്ത്രം തിരഞ്ഞെടുക്കാം. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ വിഭാവനം ചെയ്ത SPC ഡ്രസ് ബാങ്കാണിത്. SPC യൂണിറ്റിന്റെ 1 സ്കൂൾ 1 പ്രോജക്ട് പദ്ധതിയുടെ ഭാഗമായാണ് ഈ നന്മയുടെ ബാങ്ക് രൂപം കൊണ്ടത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPS ആണ് ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്നായിരുന്നു കമ്മീഷണറുടെ വാക്കുകൾ. ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങൾ പെൺകുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ 21st സെഞ്ച്വറി ഗേൾസ് ഉള്ള ഒരു സെഞ്ച്വറിയാണ്. നിങ്ങൾ കണ്ടപ്പോൾ ഐ എം വെരി ഷുവർ ദാറ്റ് യു ഓൾ വിൽ ബി ദ വിമൻ പവർ ഓഫ് ദിസ് 21st സെഞ്ച്വറി ആൻഡ് മേക്ക് ഓൾ നിങ്ങളുടെ പാരൻസും സ്കൂൾ ഉൾപ്പെടെ ഈ ഉള്ള നാടിൻ്റെ ഒരു അഭിമാനമായിട്ട് നിങ്ങളെല്ലാം ഈ അടുത്ത വരുന്ന കാലത്ത് വരും. യു ഓൾ മേക്ക് ദിസ് സ്കൂൾ പ്രൗഡ്. നിങ്ങളുടെ പാരൻസും ഇവിടുത്തെ നാടുള്ള എല്ലാ ആൾക്കാർക്കും പ്രൗഡുള്ള ഒരു കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ എല്ലാ ആൾക്കാർക്ക് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു രീതിയിലാണ്. സോ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ദാറ്റ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. പദ്ധതിയുടെ പ്രവർത്തനം വളരെ ലളിതവും എന്നാൽ സുതാര്യവുമാണ്. പൊതുജനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഉപയോഗപ്രദമായ വസ്ത്രങ്ങൾ ശേഖരിക്കുന്നു. അവ കേഡറ്റുകൾ തന്നെ നേരിട്ട് പരിശോധിച്ച് കഴുകി വൃത്തിയാക്കി ഇസ്തിരിയിട്ട് ഭംഗിയായി പ്രദർശിപ്പിക്കുന്നു. വസ്ത്രങ്ങൾ ആവശ്യമുള്ളവർക്ക് യാതൊരുവിധ മുൻകൂർ അനുവാദവും കൂടാതെ തന്നെ ഇവിടെ വന്ന് തങ്ങൾക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാം. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു അമ്മ കുഞ്ഞിനെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ വളരെ ചങ്കിടിപ്പോടുകൂടി തന്നെയാണ് അവർ പറഞ്ഞയച്ചത്. ആ പറഞ്ഞയക്കുന്ന വേളയിൽ ആ കുഞ്ഞുങ്ങൾ എത്തിപ്പെടുന്നത് ഏറ്റവും നല്ല കരങ്ങളിലാണ് എന്നറിയുമ്പോഴോ അതാണ് ഇന്നിവിടെ കാണുന്ന ഓരോ പ്രവർത്തനങ്ങളും. പല തരത്തിൽ ഉദ്ഘാടനങ്ങൾക്ക് ഞാനിവിടെ എത്തിച്ചേരുകയുണ്ടായി. അന്നെല്ലാം ഓരോ കുട്ടികളുടെയും മുഖം വളരെ പ്രസന്നമാണ്. അവർ ഒരുപാട് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവർ പുതുതലമുറയാണ്, ഭാവി വാഗ്ദാനങ്ങളാണ്. ഈ ഭൂമി എത്ര കാലം നിലനിൽക്കുന്നുവോ, അതിൽ മനുഷ്യജീവനുകൾ എന്നെല്ലാം നിലനിൽക്കുന്നുവോ അന്നെല്ലാം ആ ഭൂമിയെ ധന്യമാക്കാൻ അവിടെ വസിക്കുന്ന ഓരോ ജീവനുകളും
ആ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, നന്മയുടെ പ്രതീകങ്ങളാകാൻ അവർക്ക് ഓരോരുത്തർക്കും കഴിയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇന്നിവിടെ കൂടിയ നമ്മളുടെ ഈ കൂട്ടായ്മ. PTA പ്രസിഡന്റ് KM ഹസൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ADNO ജ്യോതിഷ് തോമസ്, വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ SHO VS മുരളീധരൻ, ഡിവിഷൻ കൗൺസിലർ PN വൈശാഖ്, SMC ചെയർമാൻ സുരേഷ് കുട്ടത്ത്, മദർ PTA പ്രസിഡന്റ് സജിത സേതു, ഗാർഡിയൻ SPC പ്രസിഡന്റ് മുഹമ്മദ് അലി, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ KK മജീദ്, സ്റ്റാഫ് സെക്രട്ടറി AM ദീപ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അധ്യാപകരും PTA അംഗങ്ങളും ഈ പ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണയുമായി പിന്നിലുണ്ട്. നമ്മുടെ SPC കേഡറ്റുകൾ നമ്മുടെ സ്കൂളത്തെ പാരൻസുകളിൽ നിന്നും അതേപോലെ തന്നെ വടക്കാഞ്ചേരിയിലെ വസ്ത്രാലയങ്ങളിൽ നിന്നുമെല്ലാം ശേഖരിച്ച ആയിരക്കണക്കിന് വസ്ത്രങ്ങളാണ് നമുക്കിവിടെ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 1000-ലധികം ഡ്രസ്സ് നമുക്കിപ്പോൾ തന്നെ കിട്ടുകയുണ്ടായി. ആ ഡ്രസ്സുകളെല്ലാം നമ്മളിവിടെ പ്രദർശിപ്പിക്കുകയും ഈ ഹാളിൽ വന്നുകൊണ്ട് നമ്മളോട് ആരോടും അനുവാദം ചോദിക്കാതെ തന്നെ ആർക്ക് വേണമെങ്കിലും ഈ ഡ്രസ്സുകൾ എടുത്തു കൊണ്ടുപോകാവുന്ന രീതിയിലാണ് നമ്മളിത് സജ്ജീകരിച്ചിട്ടുള്ളത്. മാസത്തിൽ 4-5 ദിവസം സ്കൂളിലും അതേപോലെ തന്നെ ടൗണിലെ മറ്റേതെങ്കിലും ഏരിയയിൽ പൊതുജനങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ സൗകര്യത്തിന് വേണ്ടി ആ രീതിയിലും ഇത് സജ്ജീകരിച്ചിട്ടുണ്ട്. സ്കൂൾ ഓഫീസിലും കേഡറ്റുകൾ കൈവശവും വസ്ത്രം കൈമാറാൻ പൊതുജനങ്ങൾക്ക് സൗകര്യമുണ്ട്. വസ്ത്രം നൽകുന്നവന്റെ അഹങ്കാരമോ വാങ്ങുന്നവന്റെ ദയനീയതയോ ഇല്ലാതെ ഒരേ മനസ്സോടെ മനുഷ്യത്വത്തിന്റെ വലിയ പാഠമാണ് ഈ അക്ഷരമുറ്റത്ത് വിരിയുന്നത്. മറ്റൊരാളുടെ ജീവിതത്തിൽ പുഞ്ചിരി വിരിയിക്കാൻ വലിയ സമ്പാദ്യമല്ല, വലിയൊരു മനസ്സ് മതിയെന്ന് വടക്കാഞ്ചേരിയിലെ ഈ പെൺകുട്ടികൾ നമുക്ക് കാട്ടിത്തരുന്നു. എല്ലാവരും കൊടുത്ത ഡ്രസ്സുകൾ അയൺ ചെയ്ത് എല്ലാവരും നല്ല പുതിയ ഡ്രസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത പല ഡ്രസ്സുകളും ഉണ്ടാവും. വാങ്ങിച്ച് ടാഗ് പോലും പൊട്ടിക്കാൻ പറ്റാതെ ഇരിക്കുന്ന, അതായത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഡ്രസ്സുകൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴുകി ഉണക്കി അയൺ ചെയ്ത് എല്ലാം നല്ല വൃത്തിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ പാവപ്പെട്ടവരാണെങ്കിൽ അവരും നമ്മളെ പോലുള്ള മനുഷ്യരല്ലേ, അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ നന്നായിട്ട് ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. ഇതിലെ കോൺട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. വസ്ത്രങ്ങൾ ആവശ്യമുള്ളവർക്കും അത് നൽകുവാൻ ആഗ്രഹമുള്ളവർക്കും ഈ നന്മയുടെ ഭാഗമാകാം.